നമസ്കാരം. മലയാളി കൈപുണ്യത്തിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ കാണിക്കാൻ പോകുന്നത് മലയാളികൾക്ക് ഏറെ പ്രിയങ്കരമായ കേരള പൊറോട്ടയാണ്. വീശിയടിക്കാതെ എല്ലാ വീട്ടമ്മമാർക്കും എളുപ്പം ഉണ്ടാക്കാം. ഇതിനായി 2 ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാക്കിയതിലേക്ക് 2 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിലും കൂടി ചേർത്ത് വയ്ക്കുക. 2 ടേബിൾ സ്പൂൺ നെയ്യ്ക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ. കൂടുതൽ ആവശ്യം വന്നാൽ ഇതുപോലെ ഒരേ അളവിൽ എടുക്കുക. ഇതിനായി 1/2 കിലോ മൈദ മാവ് ഒരു പാത്രത്തിലെടുത്ത് മാവ് നീക്കിയിട്ട് അതിന് നടുവിലേക്ക് ആവശ്യത്തിനുപ്പും 2 ടീസ്പൂൺ പഞ്ചസാരയും 1 മുട്ടയും നെയ്യും എണ്ണയും കൂടി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതിൽ നിന്നും 2 ടീസ്പൂൺ ഇതിലേക്ക് ഒഴിക്കുക. മുട്ടയും എണ്ണയും പഞ്ചസാരയും ഉപ്പും കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഈ മുട്ടയുടെയും എണ്ണയുടെയും നനവിൽ മാവ് ഇതുപോലെ കുഴയ്ക്കുക. ഈ വീഡിയോയിൽ കൗണ്ടർ ടോപ്പിലും അല്ലാതെയും പൊറോട്ട ഉണ്ടാക്കാൻ കാണിക്കുന്നുണ്ട്. ഓരോ കമ്പനിയുടെയും മാവ് വ്യത്യസ്തമാണ്. അതുകൊണ്ട് വെള്ളത്തിന് കറക്റ്റ് അളവ് പറയാൻ പറ്റത്തില്ല. കുറേശ്ശെ വെള്ളമൊഴിച്ച് കുഴച്ചെടുക്കുക. ഞങ്ങളിവിടെ 1.25 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇതുപോലെ കുറേശ്ശെ വെള്ളമൊഴിച്ച് കുഴച്ചെടുക്കുക. ഇതുപോലെ നല്ലതുപോലെ മയപ്പെടുത്തുക. ഏകദേശം 15-20 മിനിറ്റ് കുഴയ്ക്കുക. ഇതുപോലെ നല്ല സോഫ്റ്റായി കുഴച്ച് കഴിയുമ്പോൾ മാവ് മാറ്റി പാത്രത്തിലേക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന നെയ്യും റിഫൈൻഡ് ഓയിലും 1 ടീസ്പൂൺ ഇതിലേക്ക് ഒഴിച്ച് ഒന്ന് സ്പ്രെഡ് ചെയ്ത് മാവ് അതിലേക്ക് വെച്ച് മാവിൻ്റെ മുകളിലേക്കും ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന എണ്ണ തേച്ചു കൊടുക്കുക. എല്ലാ സ്ഥലത്തും നല്ലതുപോലെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഒരു തുണി നനച്ച് പിഴിഞ്ഞ് ഇതിൻ്റെ മുകളിലേക്ക് ഇടുക. കോട്ടൺ തുണിയാണ് ഇതിന് നല്ലത്. വെള്ള കളറിലെ തോർത്താണെങ്കിൽ വേറെ കളറുകളൊന്നും പിടിക്കുകയുമില്ല. നല്ല കോട്ടനുമാണ്. ഇത് ഒരു 3 മണിക്കൂർ അടച്ച് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. 2 മണിക്കൂർ കഴിഞ്ഞും എടുക്കാം. പക്ഷേ 3 മണിക്കൂർ കഴിയുമ്പോൾ നല്ല സോഫ്റ്റ് ആകും. 3 മണിക്കൂറിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിരിക്കും. നമ്മുടെ കയ്യിൽ ലേശം എണ്ണ പുരട്ടി മാവ് കുഴയ്ക്കാൻ തുടങ്ങിയാൽ കയ്യിലൊട്ടുകയുമില്ല. മാവ് ഒന്നും കൂടി സോഫ്റ്റുമാകും. ഇനി കിച്ചൺ കൗണ്ടർ ടോപ്പിലേക്ക് 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് നല്ലതുപോലെ സ്പ്രെഡ് ചെയ്ത് മാവ് അതിലേക്കിട്ട് നല്ലതുപോലെ ഒന്ന് റോൾ ചെയ്യുക.
ഇനി ഇത് 2 പീസാക്കുക. ഇനി ഇതിൽ നിന്നും ഒരു പീസ് എടുത്ത് ഇതുപോലെ സ്ട്രെച്ച് ചെയ്ത് താഴെ നിന്നും മുകളിലേക്ക് ഇതുപോലെ പ്രസ് ചെയ്ത് ഓരോ ഉരുളകളാക്കി എടുക്കുക. ഓരോ ഉരുളകളും ഇതുപോലെ എടുത്ത് വയ്ക്കുമ്പോൾ അതിൻ്റെ പുറത്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന നെയ്യും എണ്ണയും പുരട്ടി നനഞ്ഞ കോട്ടൺ തുണി കൊണ്ട് മൂടി വയ്ക്കുക. അടുത്ത പീസും ഇതുപോലെ എടുത്ത് ഉരുളകളാക്കി എണ്ണ പുരട്ടി തുണിയിട്ട് വയ്ക്കുക. എല്ലാ ഉരുളകളും എണ്ണ തേച്ച് നനഞ്ഞ തുണിയിട്ട് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. നേരത്തെ മാവ് കുഴച്ചപ്പോൾ എണ്ണ തേച്ച കൗണ്ടർ ടോപ്പിലേക്ക് ആദ്യം ഉരുട്ടി വെച്ച ഉരുളയെടുത്ത് കയ്യിൽ എണ്ണയെടുത്ത് ഇതുപോലെ പരത്തിയെടുക്കുക. നല്ല നൈസായി പരത്തിയെടുക്കാം. ഇടയ്ക്ക് ഇതുപോലെ ഹോള് വീണാലും കുഴപ്പമില്ല. ഇതുപോലെ അങ്ങ് പരത്തിയാൽ മതി. ഇതുപോലെ നൈസായി പരത്തി കഴിയുമ്പോൾ ഇതുപോലെ ഹോൾ ഇരുന്നാലും പ്രശ്നമില്ല. ഇനി നടുക്ക് നിന്നും ഇവിടം വരെ കട്ട് ചെയ്യുക. ഫുൾ അറ്റം വരെയും കട്ട് ചെയ്യണ്ട. കൗണ്ടർ ടോപ്പിലും കയ്യിലും എണ്ണ തേച്ചത് കൊണ്ട് ഇതുപോലെ പെട്ടെന്ന് ഇളകി വരും. ഈ മാവ് ഒന്ന് ചുരുട്ടി സ്ട്രെച്ച് ചെയ്ത് മാല പോലെ വെക്കുക. ഇതുപോലെ മാലയാക്കിയതിന് ശേഷം ഒരറ്റത്തു നിന്നും ഇതുപോലെ അകത്തേക്ക് ചുരുട്ടിയെടുക്കുക. ഇനി ഇതിൻ്റെ അറ്റം അടിയിൽ നടുക്ക് അകത്തേക്ക് ഒട്ടിച്ചു വയ്ക്കുക. ഇനി ഇത് തിരിച്ചിട്ട് കൈപ്പത്തി കൊണ്ട് ഇതുപോലെ പ്രസ് ചെയ്ത് പരത്തിയെടുക്കുക. നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ ആദ്യം നടുക്ക് പ്രസ് ചെയ്ത് പിന്നെ പതുക്കെ സൈഡിലേക്കും കൂടി പരത്തിയാൽ മതി. കുറച്ച് നൈസായിട്ട് പരത്തിയാലും കുഴപ്പമില്ല. എണ്ണ ഉള്ളത് കൊണ്ട് ഇളകി വരും. കൗണ്ടർ ടോപ്പ് ഇല്ലെങ്കിൽ ഇതുപോലെ ചപ്പാത്തി പലകയിലോ പാത്രത്തിലോ ചെയ്യാം. ചപ്പാത്തി പലകയിലാണെങ്കിൽ ചപ്പാത്തി പലകയിലേക്ക് എണ്ണയൊഴിച്ച് ഇതുപോലെ മാവ് വെച്ച് പരത്തി നല്ലതുപോലെ നൈസാക്കുക. ഇനി ഇതുപോലെ ഞൊറിവായി മടക്കുക. പതുക്കെ സ്ട്രെച്ച് ചെയ്ത്
ഇതുപോലെ സർക്കിൾ ഷേപ്പിൽ വെച്ച് ഒരറ്റത്തു നിന്നും അകത്തേക്ക് ചുരുട്ടുമ്പോൾ ഇതുപോലെ പതുക്കെ സ്ട്രെച്ചും കൂടി ചെയ്തു കൊടുക്കുക. ഇതുപോലെ ചുരുട്ടിയും സ്ട്രെച്ച് ചെയ്തും എടുക്കുക. ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഒരറ്റം അടിയിൽ അകത്തേക്ക് വെച്ച് ഒട്ടിക്കുക. ഇതുപോലെ പരത്തിയെടുക്കുക. പൊറോട്ട ചപ്പാത്തി പലകയിലും എളുപ്പത്തിൽ പരത്തിയെടുക്കാം. ഇതുപോലെ ഒരു സ്റ്റീൽ തട്ടത്തിൻ്റെ പുറകിൽ എണ്ണ തേച്ച് മാവ് പരത്തി ഇതുപോലെ ഞൊറിഞ്ഞെടുത്ത് സർക്കിൾ ഷേപ്പിൽ വെച്ച് സ്ട്രെച്ച് ചെയ്ത് ചുരുട്ടിയെടുക്കാവുന്നതാണ്. ഇതുപോലെ പരത്തിയെടുക്കുക. ഇനി ഈ പരത്തിയെടുത്ത പൊറോട്ട ദോശക്കല്ല് ചൂടാകുമ്പോൾ അതിലേക്കിട്ട് ഒരു സൈഡ് ഒന്ന് വെന്തതിന് ശേഷം തിരിച്ചിടുക. പൊറോട്ടയിൽ എണ്ണയുള്ളത് കൊണ്ട് മൊരിഞ്ഞു വരും. വേണമെങ്കിൽ ചുട്ടെടുക്കുമ്പോൾ ലേശം എണ്ണയും കൂടി ഒഴിച്ച് ചുട്ടെടുക്കാവുന്നതാണ്. ഇത് 2 പ്രാവശ്യം കൂടി തിരിച്ചും മറിച്ചുമിട്ട് ഒന്ന് മൊരിഞ്ഞു വരുമ്പോൾ എടുക്കാം. ഇതുപോലെ എല്ലാം ചുട്ടെടുത്ത് പൊറോട്ടയെല്ലാം ഒരുമിച്ച് വെച്ച് അടിച്ചെടുക്കുമ്പോഴാണ് ലെയറായിട്ട് വരിക. ഇതിനായി ചെറിയ ചൂടോടെ തന്നെ അടിച്ചെടുക്കണം. മുട്ടയും പഞ്ചസാരയും നെയ്യും റിഫൈൻഡ് ഓയിലും കൂടി ചേർക്കുന്നത് കൊണ്ട് പൊറോട്ട നല്ല ക്രിസ്പിയും സോഫ്റ്റും നല്ല രുചികരവുമാണ്. വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ തയ്യാറാക്കാം.